ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് അറബിക് കൾച്ചർ കണ്ടറിഞ്ഞ ഒരു ദിവസമാണ്. ഇന്നത്തെ വ്ളോഗിൽ ഡീറ്റെയിലായി എമറാത്തി കൾച്ചർ എന്താണെന്നും എമറാത്തികളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും കാണിച്ചു തരാം. 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഡേ നമ്മൾ പോയപ്പോൾ അവിടെ ടൈം ലേറ്റ് ആയതുകൊണ്ട് പ്രോഗ്രാംസൊക്കെ ഫിനിഷായ ടൈമിനായിരുന്നു നമ്മൾ എത്തിയിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സെക്കൻഡ് ഡേയും പോയി എല്ലാം ഡീറ്റെയിലായി കണ്ടിട്ടാണ് വന്നത്. ഇത് ഷാർജ ഹെറിറ്റേജ് ഫെസ്റ്റിവലാണ്. അതായത് 23rd ഷാർജ ഹെറിറ്റേജ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാനായിരുന്നു നമ്മൾ പോയത്. അവിടെ പല കൺട്രികളിലെയും റെപ്രസെൻ്റ് ചെയ്ത് ആർട്ട് ഫോംസും ഡാൻസ് ഫോംസും എല്ലാം ഉണ്ടായിരുന്നു. പ്രോഗ്രാംസൊക്കെ കുറേ കൺട്രീസിൻ്റെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പോർച്ചുഗൽ ഡാൻസ് ഫോമാണ്. നമ്മൾ പോയപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാനായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനെല്ലാം കുറച്ച് ഫാസ്റ്റായിട്ട് കാണിച്ചിട്ട് പോവുകയാണ്, കാരണം സ്ലോ ആയിട്ടായിരുന്നു എല്ലാ പ്രോഗ്രാംസും നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ നമുക്ക് ഈ ഒരു പ്രോഗ്രാം മാത്രമേ കാണാൻ പറ്റിയിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ടൈം ഫിനിഷായപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ നേരെ പോവുകയാണ് ചെയ്തത്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു നമ്മളിവിടെ. ഡിന്നറിനായി നമ്മൾ പോയത് ഒരു സീ ഫുഡ് ബക്കറ്റ് കഴിക്കാനായിരുന്നു. നല്ല ഫുഡായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സീ ഫുഡ് അങ്ങനെ ഇഷ്ടമല്ലാത്ത ടൈപ്പാണ്, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കാണിക്കുന്നത് സെക്കൻഡ് ഡേ വിശേഷങ്ങളാണ്. ഞാൻ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിയുന്നപ്പോഴത്തേക്ക് കാത്തുനിന്ന് വേഗം തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്. അങ്ങനെ വേഗം തന്നെ ഉള്ളിൽ കയറി. ഇതൊരു ഒമാനി ഹൽവ ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഹൽവയാണ്. ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ഒരു പോർച്ചുഗീസ് പവലിയൻ്റെ ഉള്ളിൽ അവർ ആർട്ട് ഡിസ്പ്ലേ ചെയ്തതാണ്. നല്ല വിഷ്വൽ ആർട്സാണ് ഫുള്ളും. ആ ടൈലിൽ പോലത്തെ അവർ ആർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്, പെയിൻറ്റിങ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതവർ സിൽക്ക് എടുത്തിട്ട് വേംസിൽ നിന്ന് സിൽക്ക് എടുത്തിട്ട് നൂലുണ്ടാക്കുന്നതും അതിൽ നിന്ന് അവർ വർക്ക് ചെയ്ത് ലേസസൊക്കെ ഉണ്ടാക്കുന്ന പാറ്റേൺസൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ് ഫുള്ളും. പിന്നെ അവിടെ കുറേ ഫുഡ് സ്റ്റോളും കുറേ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ചെറിയ ആർട്ട് വർക്ക്സിൻ്റെ ഗാലറി പോലെയും അങ്ങനെ കുറേ ഏരിയ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ നടന്ന് കണ്ടു. പിന്നെ അവിടെ പോയപ്പോൾ നല്ല രാജകുമാരിയെ പോലത്തെ ലുത്തിയാനയിൽ നിന്ന് വരുന്ന ആൾക്കാരവർ. പിന്നെ കുറച്ചിങ്ങനെ കൾച്ചറലി ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാണാനും. ഇവിടെയൊക്കെ എമറാത്തി വുമൻസ് എങ്ങനെയാണ് ഉണ്ടാവാൻ, അവരെ കൾച്ചർ, അവരുടെ വീട് എങ്ങനെയാണ്, അവരുടെ പാത്രങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ. ഇതവിടെ ഒരാൾ കയറെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ തെങ്ങിൻ്റെ ചകിരി എടുത്തിട്ടല്ലേ ഉണ്ടാക്കാൻ. ഇതതുപോലെ ഈന്തമ്മനൻ്റെ ഒരു സാധനം ചകിരി പോലെ തന്നെയാണ് ഉള്ളത്. അത് വെച്ച് എങ്ങനെയാണ് പണ്ട് കാലത്ത്, അതായത് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണ് അവർ കയറുണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നുള്ളത് അവർ ഈ കയർ വെച്ച് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തരുന്നുണ്ടായിരുന്നു. കൈകൊണ്ട് കയറ് മടഞ്ഞിട്ട് ഓരോ കയറിൻ്റെ എണ്ണ എടുത്തിട്ട് അതിങ്ങനെ ഇന്ന കയർ ഇന്നതിനാണ് യൂസ് ചെയ്യാൻ, ഇത്ര മടച്ചൽ അത് പിന്നെയും പിരിച്ച് കഴിഞ്ഞാൽ ഫിഷിങ്ങിന്, പിന്നെ കെട്ടി വെക്കാൻ, അങ്ങനെ ഓരോന്നും അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഈന്തപ്പനൻ്റെ ഓല വെച്ചിട്ട് മടഞ്ഞിട്ട് ബാസ്ക്കറ്റ്, അവരെ മാറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ഫാമാണ്. അവിടെ ഒരു കാളയുണ്ട്. കാളനെ എങ്ങനെയാണ് അവർ വെച്ചത്, ഫാമിൽ എന്തെല്ലാം യൂസ് ചെയ്യുന്നത്, വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് അവർ ഒരു വീടിൻ്റെ സ്ട്രക്ചർ, അവർ ഗസ്റ്റിനെ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യാൻ, പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണ് അവർ ഫുഡ് കുക്ക് ചെയ്തത്, അവിടെ എന്തൊക്കെയാണ് ഉണ്ടായത്, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എങ്ങനത്തെ പാത്രങ്ങളാണ്, എങ്ങനെ അവരെ റൂംസ് ഉണ്ടായത്, പണ്ടത്തെ റൂംസ്, അവരെ കിച്ചണ്, അവരെ സ്റ്റോറേജ്, അവരെ കൃഷി ചെയ്യുന്ന സ്ഥലം എല്ലാം അവരിങ്ങനെ അവിടെ ഉണ്ടാക്കി വെച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ഗ്രൈൻഡിങ് മെഷീൻ പോലെ എനിക്ക് തോന്നിയത്, പണ്ടത്തെ ധാന്യങ്ങളൊക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ആട്ടിൻ്റെ തോല് കൊണ്ടുണ്ടാക്കുന്ന സാധനവും ത്രെഡ് എടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഇയാൾ കൾച്ചറെ പറ്റിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് കാവയൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതവിടെ ഫാൽക്കൺ ഉണ്ടായിരുന്നു.
ഫാൽക്കൺ അവർ ഹണ്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും അത് കയ്യിലെടുത്ത് പിക്ചറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പണ്ട് അവർ ആൾക്കാരെ മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുകയും ഫുഡ് കൊടുക്കുകയെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇത് അവർ വൂൾ എങ്ങനെയാണ് നെയ്തെടുക്കുന്നതെന്നൊക്കെ കാണിക്കുന്നത്. അവരെ ഫിഷിംഗ് എക്യുപ്മെൻറ്റ്സ്, ഫിഷിങ്ങിന് യൂസ് ചെയ്ത എല്ലാ ഐറ്റംസും, എങ്ങനെയുള്ള ഫിഷസിനെ എടുത്തത്, അതിനുവേണ്ടി യൂസ് ചെയ്ത കുറേ ഷിപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തത് എല്ലാം അവിടെ ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അവർ കളക്ട് ചെയ്ത പേൾസിൻ്റെ ഷെല്ല്, അവരുടെ അടുത്തുള്ള അതിൻ്റെ ഡ്രസ്സ്, അതിൻ്റെ ആയുധങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളിങ്ങനെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവരൊരു കൾച്ചറൽ ഡാൻസ് ഫോമാണ്. ഡാൻസ് ഫോമിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ മാക്സി ഡ്രസ്സിലും അബായാസിലൊക്കെ വരുന്ന പാറ്റേണ്, ലേസ് പാറ്റേൺസ് അവർ കൈകൊണ്ട് ചെയ്തിട്ടെടുക്കുന്നതാണ്. അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉംറാത്തിൽ പോട്രി മേക്കിങ്ങും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവം ഈ പോട്രി മേക്കിങ്. ഞാൻ വീഡിയോസൊക്കെ കാണാൻ തന്നെ ഈ പോട്രി മേക്കിങ്ങിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കുമ്പോൾ അവിടെ അതേപോലെ പോട്രി മേക്കിങ്ങിൻ്റെ ഒരാളുണ്ടായിരുന്നു. നല്ല രസത്തിൽ പോട്രി ഉണ്ടാക്കും. നമ്മൾ കുറച്ച് മുമ്പേ കല്ലുകൊണ്ടുണ്ടാക്കിയ വീട് കണ്ടിരുന്നു. ഇത് കുറച്ചും കൂടി ഡെവലപ്പായി അതിന് ശേഷമുള്ളൊരു പാറ്റേൺ. ഇത് മജ്ലിസും ഇങ്ങനെ സെപ്പറേറ്റ് വരാൻ. ഇതൊരു ലേഡീസ് ലിവിങ് ഏരിയ പോലെ വേറത് ഇങ്ങനെ ഫുൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ഫുള്ള്. പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് അവർ യൂസ് ചെയ്ത കുറേ ഐറ്റംസ്. ഇത് അവർ പിടിച്ച ഒരു ഷാർക്കിൻ്റെ സ്കെൽട്ടണാണ്. ഇത് ചെരുപ്പുകൾ. ഇത് വേറൊരു കൺട്രീൻ്റെ ഡാൻസ് ഫോമാണ്. എനിക്ക് അറിയില്ല ഏത് കൺട്രിന്ന് കറക്റ്റ്. മെസഡോണിയ ആണോ കസാക്കിസ്ഥാനാണോ എന്നൊന്നും അറിയില്ല. അവിടെ ഒരു ഡാൻസ് ഫോം ഉണ്ടായിരുന്നു. അതും കണ്ടിട്ട് കുറച്ച് നേരം നമ്മളവിടെ നിന്നു. പിന്നെ ഇതൊക്കെ അവരുടെ ഷിപ്പ്, യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്ത ഷിപ്പ്, അതെല്ലാം ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരാൾ ഇരുന്ന് കാലിഗ്രഫി ചെയ്തിരുന്നുണ്ടായിരുന്നു, അറബിക് കാലിഗ്രഫി. അപ്പോൾ ഞങ്ങൾ മോൻ്റെ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ അവരത് ചെയ്ത് തന്നു. നല്ല രസത്തിലത് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു.
കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഒരു മ്യൂസിയത്തിൻ്റെ സൈഡിൽ വേറൊരു കൾച്ചറൽ മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ അതും കണ്ടു. അതിനുശേഷം ഒരു മ്യൂസിയത്തിനുള്ളിലേക്ക് എൻ്റർ ആയത്. അവിടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവർ യൂസ് ചെയ്ത പാത്രങ്ങൾ, മെഡിസിൻസ്, ഓർണമെൻറ്റ്സ്, ഡ്രസ്സ്, അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഐറ്റംസ് പ്രസൻറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റി. നല്ലൊരു മ്യൂസിയം ആയിരുന്നു അത്. അവരെ സമ്മർ വെയർ, വിൻ്റർ വെയർ, കല്യാണത്തിന് എന്താ ഇടാൻ, കുട്ടീൻ്റെ തൊട്ടിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക, അവർ യുദ്ധത്തിന് യൂസ് ചെയ്ത സാധനങ്ങൾ, അവരെ ധാന്യങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേ മെഡിസിൻസ്, അവർ യൂസ് ചെയ്ത അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേ രീതികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മിനിയേച്ചർ വേർഷൻസ് ഉണ്ടായിരുന്നു. അവരുടെ വീട് എങ്ങനെയുണ്ടായ, അവിടെ വന്ന ഒരു ഡിസാസ്റ്റർ, കലാമിറ്റീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ മിനിയേച്ചർ വേർഷൻസിലും നമുക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻസായി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്താ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.